മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ഉഭയകക്ഷി സമ്മതത്തോടെയായിരുന്നു ബന്ധമെന്നാണ് രാഹുലിന്റെ വാദം. റോഷിപാലിന്റെ വിവരങ്ങൾ നൽകാൻ. റോഷിപാൽ, എപ്പോഴായിരിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്? തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുന്നുണ്ട്. കാരണം തുടർച്ചയായി സമാനമായ ലൈംഗിക പീഡനങ്ങൾ നടത്തുന്ന വ്യക്തി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജാമ്യത്തിൽ പുറത്തിറക്കി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള പ്രവർത്തനങ്ങൾ രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത് ഇരകൾക്ക് ഭീഷണിയാണ് എന്ന വാദമാണ് ഉയർത്തുന്നത്. പിന്നെ ക്രൂരമായ പീഡനമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഭാഗത്ത് പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്നത്. അങ്ങനെ ഒരു ക്രൂരമായ പീഡനം നടത്തുന്നയാളെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കരുത് എന്ന നിലപാട് പ്രോസിക്യൂഷൻ സ്വീകരിക്കും. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ്, അതിനപ്പുറത്തേക്കുള്ള ബന്ധമല്ല, ഇത് ബലാത്സംഗമല്ല എന്ന വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഭിഭാഷകൻ ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കേസ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രധാനമാണ്. നേരത്തെ ഒന്നാമത്തെ പരാതിയിലുള്ള കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി അടുത്ത ദിവസം പരിഗണിക്കുന്നുണ്ട്. അത് കേസ് നീട്ടിവെച്ചതാണ്. നിലവിൽ 3 കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നത്. 3 ലൈംഗിക പീഡന കേസുകളിൽ അതിൽ 2 കേസുകളിൽ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. മൂന്നാമത്തെ കേസിലാണ് അറസ്റ്റ് നേരിടേണ്ടി വന്നത്. ഈ മാസം 10-ാം തീയതിയാണ് അറസ്റ്റ്. പാലക്കാട്ട് നിന്ന് അറസ്റ്റ് ചെയ്തതാണ്. ഈ ദിവസം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിൽ കഴിയുകയാണ്. റോഷിപാൽ, അതായത് കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ അതിഗുരുതരമായ പരാമർശങ്ങൾ, രൂക്ഷമായ വിമർശനങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. അതായത് ജാമ്യം ലഭിച്ചാൽ അതിജീവിതയ്ക്ക് ഭീഷണിയാകും എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. അപ്പോൾ എത്രത്തോളം എളുപ്പമാണ് ഇന്ന് എന്തായിരിക്കും കോടതിയിൽ നിന്നുണ്ടാകാനിടയുള്ളത്? അന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഗൗരവമുള്ള വിഷയങ്ങളാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ക്രൂരമായ ലൈംഗിക പീഡനം മാത്രമല്ല, തുടർച്ചയായി സമാനമായ രീതിയിലാണ് പെൺകുട്ടികളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ടത്. ഈ പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് വിധേയമാകുന്നതടക്കം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ക്രൂരമായ പീഡനത്തിന്റെ തുടർച്ചയാണ്. വിവാഹ വാഗ്ദാനം നൽകി സൗഹൃദം സ്ഥാപിച്ച് പിന്നീട് അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഗർഭം ധരിക്കുമ്പോൾ ആ ഗർഭം ഇല്ലാതാക്കാനുള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിലെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. MLA എന്ന പരിരക്ഷ ഉള്ളതുകൊണ്ട് തന്നെ, ഉന്നത സ്ഥാനീയനായതുകൊണ്ട് തന്നെ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത കൂടി ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം നൽകരുതെന്ന ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. വ്യക്തമാണ്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.